ആനന്ദേട്ടനെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞോന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ വരിക അല്ലേ? അല്ലെന്ന് ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. നിങ്ങൾ ഒറ്റ ഒരാളാ എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. ഓരോ തവണ ഈ വീട്ടിലെ ദാരിദ്ര്യം പറഞ്ഞ് നമ്മുടെ അവസ്ഥ പറഞ്ഞ എന്റെ അനിയത്തിയുടെ ഭാവിയെ കുറിച്ച് ഓർമ്മിപ്പിച്ച് നിങ്ങൾ എന്നെ കൊണ്ട് എത്ര എത്ര കള്ളങ്ങളാ പറയിപ്പിച്ചേ. ഇനി ഒന്നും നിങ്ങൾ പറയണ്ട. പോയി എല്ലാം പോയി. എന്റെ ആനന്ദേട്ടനെ എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ വീട് എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ അനിയത്തിമാര്, അനിയന്മാര്, അമ്മ, ബാലച്ചൻ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ഒക്കെ വില എന്താ നിങ്ങൾക്ക് അറിയോ? അറിയോന്ന്? എന്റെ ദൈവമേ, നീ ഒന്ന് സമാധാനപ്പെട്ടു. എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിക്കാം. ദേവി നീ ഒന്ന് അടങ്ങ്. അവനുണ്ടല്ലോ ആനന്ദ്, അവനെ അങ്ങനെ മിടുക്കൻ അവൻ ഞാൻ സമ്മതിക്കില്ല. ആഹാ, അവൻ അത്രയ്ക്കായോ? അവന് ബന്ധം വേർപ്പെടുത്തണോ അല്ലേ? നടന്നു തന്നെ. എടി മോളെ, അവന്റെ കഷ്ടകാലം ഇനി തുടങ്ങാൻ പോവാ. ഈ സ്ത്രീകളെ അവനെ മൂക്കുകൊണ്ട് ഇക്ഷ എണ്ണ എഴുതിപ്പിക്കും. അത് നീ കണ്ടോ? മിണ്ടി പോരുന്നു നിങ്ങള്. ഇനി നിങ്ങൾ ഒന്നും പറയണ്ടോ. ആനന്ദേട്ടൻ, എനിക്ക് ആനന്ദേട്ടനെ കാണണം. ഞാൻ പറയുന്ന കേക്ക്. അമ്മ മാറ്. നീ തൽക്കാലം എങ്ങോട്ട് പോകുന്നില്ല. ഇനി നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ കേൾക്കില്ല. എന്റെ ജീവിതം നശിച്ചു പോയി. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് ആനന്ദേട്ടൻ ഇല്ലാതെ പറ്റില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. സമാധാനപ്പെട്ട്, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇല്ല, ഇനി ഒരു പരിഹാരം ഇതിനില്ല. നിങ്ങൾ ആരും ഇതിൽ ഇടപെട്ട് പോരുത്. ഞാൻ ചെയ്ത തെറ്റല്ലേ, ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. എനിക്ക് ആനന്ദേട്ടനെ കാണണം. ആനന്ദേട്ടന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ്. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇനി നീ ആരുടെയും കാല് പിടിക്കാൻ പോകുന്നില്ല. ഇനി എന്ത് വേണോന്ന് എനിക്കറിയാം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ ഇനി ഞാൻ തീരുമാനിക്കുന്നത് പോലെ മുന്നോട്ട് പോവും. നീ അകത്ത് കയറി പോ.